ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അതായത് ഇടതുമുന്നണിയിൽ ഇപ്പോൾ ഒരുപാട് പാർട്ടികളൊന്നുമില്ല എന്നത് ഒരു പക്ഷേ ഗുണകരമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ വർഷം തോറും ഓരോ മന്ത്രിമാർ എന്ന നിലയിലേക്കൊക്കെ പാറ്റേൺ മാറും. എന്തായാലും കോൺഗ്രസിനേക്കാൾ മെച്ചമാണല്ലോ ആ സാഹചര്യം എന്നുള്ളതാണ്. പരസ്പരം വഴക്കടിച്ച് ഏതെങ്കിലുമൊക്കെ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിപ്പുറപ്പിക്കുക, അതല്ലെങ്കിൽ ഇറങ്ങിപ്പോകില്ല എന്ന് ശാഠ്യം പിടിക്കുക. അതിനൊരു ഉദാഹരണം തന്നെ കെ മുരളീധരനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ഹാഫിസ്. ഇതിപ്പോൾ മുൻധാരണയാണ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായ ഒന്നല്ല. സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ തന്നെയുള്ള ധാരണയാണ് 2.5 വർഷം എന്നുള്ളത്. അത് പൂർത്തിയാകുന്നു, പകരം മന്ത്രിമാർ എത്തുന്നു. അവിടെ വിമർശനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് ഇടത് ഭാഗത്തിന്റെ അഭിപ്രായം. അല്ല അഭിലാഷേ, ഇടത് ഗവൺമെന്റ് 1ഉം 2ഉം അധികാരത്തിൽ വരുമ്പോ അന്ന് ഇവർ പറഞ്ഞിരുന്നത് തങ്ങളുടെ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം, എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം ഉണ്ടാകും എന്നാണ്. ആ ധാരണ എല്ലാം പാലിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ്, ഞാനത് ആ MLA പേര് പറയുന്നില്ല, ജാതീയമായി കുറച്ച് താഴെ ആയതുകൊണ്ട് ചില പാർട്ടികൾക്ക് മാത്രം ഇവർ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ലല്ലോ? അത് ചർച്ച ചെയ്യണ്ടേ? ഒന്നത്. 2, അദ്ദേഹം പറഞ്ഞു UDF-ലാണ് അടി. അല്ല, അങ്ങനെ ജാതീയമായ ചിന്ത അങ്ങനെയുണ്ടെന്നാണോ? താങ്കൾ ആരെയാണ്, കോവൂരിനെയാണോ ഉദ്ദേശിച്ചത്? എന്നാ സംശയം? കോവൂർ കുഞ്ഞുമോൻ ഈ മുന്നണിയുടെ ഭാഗമല്ലേ? എത്ര കാലമായിട്ടുള്ള MLA ആണ് ശ്രീ കോവൂർ. അല്ല, അങ്ങനെയെങ്കിൽ ചിലപ്പോ ഈ KP മോഹനെ പോലെയൊക്കെ ഉള്ളവരോ? അല്ലല്ല, കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിക്ക് എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല? അങ്ങനെ ചിന്തിക്കും. അപ്പൊ എല്ലാവർക്കും മന്ത്രിസ്ഥാനം, ഒരു MLA ഉള്ളെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ആന്റണി രാജു അടക്കം മന്ത്രിയായത്. അല്ലെങ്കിൽ ആന്റണി രാജു ഒക്കെ എങ്ങനെയാ മന്ത്രിയാവുക? അപ്പൊ ആന്റണി രാജു അടക്കം മന്ത്രിയായി. അപ്പൊ സ്വാഭാവികമായും കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണയും തഴയപ്പെട്ടു, ഈ തവണയും തഴയപ്പെട്ടു. അപ്പൊ അതിൽ കൃത്യമായ ജാതീയ ചിന്തകൾ ഉണ്ട് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്ഷേപിച്ചാൽ അതിന് ഉത്തരമുണ്ടോ ഇവർക്ക്? അതായത് കെ മുരളീധരൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഈ 2 ന്യൂനപക്ഷ മന്ത്രിമാരെയാണ് ഈ ക്രിസ്മസ് വേളയിൽ സർക്കാർ പുറത്തിരുത്തുന്നത് എന്നുള്ളതാണ്. അതിനെയാണ് താങ്കൾ കൂട്ടുപിടിക്കുന്നത്? അല്ല, അതിനെ കൂട്ടുപിടിച്ചു എന്നല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി. കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഇവരുടെ എല്ലാ കാലത്തും LDF-നൊപ്പം അടിയുറച്ച് നിന്ന, ഒരുപക്ഷെ സ്വതന്ത്രനായി നിന്നാൽ പോലും അവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജനകീയനായ MLA. ആ MLA 1ാം പിണറായി ഗവൺമെന്റിലും മന്ത്രിയായി ഉൾപ്പെടുത്തിയില്ല, ഈ തവണയും ഉൾപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വലിയ കാര്യത്തിൽ ഹാഫിസ് പറഞ്ഞല്ലോ, എന്താണ്, ഞങ്ങൾ മുന്നണി മര്യാദ പാലിക്കുന്നവരാണ്, ഞങ്ങൾ UDF-ലെ പോലെ പടലപ്പിണക്കങ്ങൾ ഉള്ളവരല്ല, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എന്ന് പറയുമ്പോ ഇവരുടെ ഗവൺമെന്റ് 1ഉം 2ഉം വന്നപ്പോ ഈ ഗവർണർ പറഞ്ഞത് ഞങ്ങളുടെ LDF-ലുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഒരു MLA ഉള്ളോ, ആ MLA-ക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാവും. എന്തുകൊണ്ട് കോവൂർ കുഞ്ഞുമോന് MLA സ്ഥാനമില്ല? 1. 2, ഇനി ഇവർ മുഖം മിനുക്കുകയാണ് എന്നാണല്ലോ പറയുന്നത്. ഏത് മുഖമാണ് മിനുക്കാൻ സാധിക്കുക? ഈ മുഖം മുഴുവൻ നിലത്ത് വീണ് ഉടഞ്ഞ് പൊട്ടിച്ചിതറി കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഗവൺമെന്റിന്റെ ആയില്ലേ? ഇപ്പൊ എടുത്തു വെക്കുന്നത് സ്വതവേ, നമ്മുടെയൊക്കെ നാട്ടിൽ പറയില്ലേ, സ്വതവേ ദുർബല കൂടെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഈ മന്ത്രിസഭ പുനഃസംഘടനയോടുകൂടി കടന്നു പോകാൻ പോകുന്നത്. ആരെയാണ് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്? ഒന്ന് KB ഗണേഷ് കുമാർ, കഴിഞ്ഞ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിൽ ദല്ലാൽ പണി നടത്തിയെന്ന് കോടതി കണ്ടെത്തിയ, അന്വേഷണ സംഘം കണ്ടെത്തിയ ആൾ, സ്വമേധയാ കുറ്റമേറ്റ് പറഞ്ഞ ആൾ, ഉമ്മൻചാണ്ടിയുടെ. അല്ല, പക്ഷേ അവിടെ ശ്രീ വസന്ത്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇവിടെ ശ്രീ ഹാഫിസ് സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്നുള്ളതല്ല, തുടക്കം മുതൽ തന്നെ LDF കൺവീനർ അടക്കം എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനത്തിന് ഒരു അർഹതക്കുറവുമില്ല എന്നുള്ളത്. ഈ 2 പേരുകൾ, ആ 2 പേരുകളും നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്, അവർക്ക് ആ പദവി നൽകുന്നു. അല്ല അഭിലാഷ്, വേറൊരു വ്യത്യാസമുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മൾ മുമ്പ് ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ദല്ലാളി പണി ചെയ്തു എന്നുള്ളത് ആരോപണമായിരുന്നു. പക്ഷേ അത് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 2 മാസം 3 മാസമേ ആവുന്നുള്ളൂ. അതിനുശേഷമാണല്ലോ ഗണേശന്റെ സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ ഇല്ലാതായത്. ശ്രദ്ധിച്ചു നോക്കൂ, കഴിഞ്ഞ ഈ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച 2ാമത്തെ പാർട്ടി, അല്ലെ 2ാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കോൺഗ്രസ് എന്ന പ്രതിപക്ഷമാണ്, 2ാമത് KB ഗണേഷ് കുമാറാണ്. KSRTC-യുമായി ബന്ധപ്പെട്ട് അഴിച്ചുവിട്ട വലിയ വിമർശനങ്ങൾക്ക് എന്തെങ്കിലും അതിരുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതെല്ലാം ഇല്ലാതായത് ഈ ദല്ലാൽ പണിക്ക് ഇയാളാണ് നടുക്ക് നിന്നതെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ്. ഇടതുപക്ഷം അതിന് കൂട്ടുനിന്നു എന്നുള്ളതിന്, അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. കടന്നപ്പള്ളിക്കോ?
അല്ല, കടന്നപ്പള്ളി എല്ലാ കാലങ്ങളിലും, ഞാൻ കടന്നപ്പള്ളിയെ മന്ത്രിയാക്കുന്നതിലൊന്നും എതിർക്കില്ല. കാര്യം കടന്നപ്പള്ളി എല്ലാ കാലങ്ങളിലും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നീട് LDF-ലേക്ക് AK ആന്റണി അടക്കമുള്ളവർ പോകുമ്പോൾ ആ കൂടെ പോയി. അന്ന് തൊട്ട് അദ്ദേഹം LDF-വുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം LDF-വുമായി കാലങ്ങളായി അഭേദമായ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലെങ്കിൽ അത് നീതികേടാവും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ അവിടെയാണ് പ്രശ്നം. അപ്പൊ താങ്കൾക്ക് ഗണേഷ് കുമാറിനെയും അതോടൊപ്പം കടന്നപ്പള്ളിയും കടന്നു വരുമ്പോൾ താങ്കളുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ നിലപാടുകളിൽ മാറ്റം വരികയാണ്? ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കടന്നപ്പള്ളി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു നീതികേടിന്റെ പ്രശ്നം അവിടെ ഉണ്ട്. അദ്ദേഹത്തെ ആക്കിയില്ലെങ്കിൽ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. പക്ഷെ കടന്നപ്പള്ളിക്ക് മാജിക്കൽ വടികളൊന്നുമില്ലല്ലോ. ഈ സർക്കാർ ഏറ്റവും വലിയ നാശത്തിന്റെ നരകത്തിൽ പോയി എത്തപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തിക നില ഭദ്രമല്ലാത്ത രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സർക്കാരിനെ ഇനി രക്ഷിക്കാൻ ഒരു മായാവി കടന്നു വരണം. ആ മായാവിയാകാൻ തൽക്കാലം ഗണേഷ് കുമാറിന് പറ്റില്ല. അദ്ദേഹം ദല്ലാൾ പണി മാത്രമേ അയാൾക്ക് പറ്റൂ. കടന്നപ്പള്ളിക്ക് ഒരിക്കലും അത് പറ്റില്ല. കോവൂർ കുഞ്ഞുമോനെ ഇവർ അടുപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ